നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ചിറ്റൂർ റോഡിൽ കാടാങ്കോട് കനാൽ പാലത്തിന് സമീപം 3 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ അപകടം കാട്ടുപന്നിയുടെ ആക്രമണത്തിലല്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. അപകടത്തിൽ പരിക്കേറ്റവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. അപകടം ദുഃഖകരമെന്നും മന്ത്രി. ചിറ്റൂർ റോഡിൽ കാർ പാടത്തേക്ക് മറിഞ്ഞ് 3 യുവാക്കൾ മരിച്ചത് കഴിഞ്ഞ രാത്രി 11 മണിക്ക്. വടക്കാഞ്ചേരി ചേലക്കര മേഖലകളിൽ കാട്ടാനകളുടെ വിളയാട്ടം. ഇരു പ്രദേശങ്ങളിൽ ഒരേ സമയം കാട്ടാനകൾ ഇറങ്ങിയതോടെ വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേന വലഞ്ഞു. ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം സജീവം. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്താൻ ഉപയോഗിച്ച മിനി ലോറി പിടിച്ചെടുത്ത് ചെറുതുരുത്തി പോലീസ്. വാഹനം പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. പാലക്കാട് ചിറ്റൂർ റോഡിൽ 3 യുവാക്കളുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടം കാട്ടുപന്നിയുടെ ആക്രമണത്തിലല്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. അപകടം ഏറെ ദുഃഖകരമാണെന്നും സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ രാത്രി 11 മണിക്കാണ് ചിറ്റൂർ റോഡിൽ കനാൽ പാലത്തിന് സമീപം അപകടം ഉണ്ടായത്. ചിറ്റൂർ റോഡിൽ കനാൽ പാലത്തിന് സമീപം കാട്ടുപന്നി കുറുകെ ചാടി നിയന്ത്രണം വിട്ട കാർ മയിൽക്കുറ്റിയിലും മരത്തിലും ഇടിച്ച് പാടത്തേക്ക് മറിഞ്ഞുവെന്നാണ് ആദ്യം പുറത്തുവന്ന സൂചനകൾ. എന്നാൽ പന്നിയുടെ ആക്രമണത്തിലല്ല കാർ മറഞ്ഞതെന്ന വിശദീകരണവുമായി വനം മന്ത്രി രംഗത്ത് വന്നു. ചിറ്റൂർ റോഡിൽ രാത്രി 11 മണിയോടുകൂടിയാണ് അപകടത്തെ തുടർന്ന് കാറിൽ സഞ്ചരിച്ചിരുന്ന 3 പേർ മരിക്കാനിടയായത്. അത് ദുഃഖകരമായ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അവിടെ ഇപ്പം വന്നിട്ടുള്ളത്, ഇവിടെ ഇപ്പം നിങ്ങൾ ചോദിച്ചതുപോലെ കാട്ടുപന്നിയുടെ ആക്രമണത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. പക്ഷെ കാറ് മരത്തിലിടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് 2 വ്യത്യസ്തങ്ങളായ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ആ കാര്യത്തെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം പരിശോധന നടത്തിയതിന് ശേഷമേ ഇന്നതാണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാനാവുകയുള്ളൂ. ഇപ്പോൾ എടുത്തയാടി ഇപ്പോൾ തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാനൊരു നിഗമനത്തിലെത്തുന്നത് യുക്തിസഹമായിരിക്കില്ല. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേൾക്കേണ്ടി വന്നത്. അതിൽ ഞങ്ങൾ അങ്ങേയറ്റം ദുഃഖിതരാണ്. അതേസമയത്ത് തന്നെ പരിക്ക് പറ്റിയവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒരു കാറിൽ 6 പേരെ ഉണ്ടായിരുന്നാണ് പ്രാഥമിക വിവരത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അത് കൃത്യമായി കൊള്ളണമെന്നില്ല, നമ്പറല്ല പ്രശ്നം. അപകടം ഉണ്ടായി എന്നുള്ളതും 3 പേർ മരിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യം. അതേതായാലും കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ തീരുമാനമാണ് വനംവകുപ്പ് കൈക്കൊള്ളുക. അങ്ങനെ വന്യജീവി ആക്രമണം മൂലമാണ് സംഭവം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ലഭ്യമാക്കാനുള്ള തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഒരു സ്ഥിരീകരിക്കേണ്ടതുണ്ട്. സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്. രാത്രി 11 മണിയോടെ ഉണ്ടായ അപകടത്തിൽ സുഹൃത്തുക്കളായ 3 യുവാക്കളാണ് തൽക്ഷണം മരിച്ചത്. കാറിലുണ്ടായിരുന്ന 3 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് നൂറടി റോഡ് രഞ്ജിത്തിൻ്റെ മകൻ 24 വയസ്സുള്ള റോഹൻ, നൂറണി സ്വദേശി സന്തോഷിൻ്റെ മകൻ 22 വയസ്സുള്ള റോഹൻ സന്തോഷ്, യാക്കര സ്വദേശി ശാന്തകുമാറിൻ്റെ മകൻ 19 വയസ്സുള്ള സനൂഷ് എന്നിവരാണ് മരിച്ചത്. ഇവർ കാറിൻ്റെ പിൻസീറ്റിലാണ് ഇരുന്നിരുന്നത്. കാർ ഓടിച്ചിരുന്ന ചന്ദ്രനഗർ സ്വദേശി 23 വയസ്സുള്ള ആദിത്യൻ, യാക്കര സ്വദേശി 24 വയസ്സുള്ള ഋഷി, നെന്മാറ സ്വദേശി 21 വയസ്സുള്ള ജിതിൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിറ്റൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സുഹൃത്തുക്കളായ 6 പേരും ആഴ്ചാവസാനം പാലക്കാട്ടെത്തി യാത്ര പോകുന്നത് പതിവാണ്. ഇങ്ങനെ പോയി മടങ്ങുന്നതിനിടയിലാണ് അപകടം. കുറുകെ ചാടിയ പന്നിയെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് കാർ നിയന്ത്രണം വിട്ട് ആദ്യം റോഡരികിലെ മയിൽക്കുറ്റിയിലും സമീപത്തെ മരത്തിലും
ഇടിച്ച് താഴെയുള്ള പാടത്തേക്ക് മറിഞ്ഞതെന്നാണ് ആദ്യം ലഭ്യമായ വിവരങ്ങൾ. ഇടിയുടെ ആഘാതത്തിൽ വാഹനം തകർന്നു. വാഹനത്തിൽ കുടുങ്ങിക്കിടന്ന 6 പേരെയും അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത്. അപകടം അതീവ ദുഃഖകരമാണെന്ന് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്തുന്ന മിനി ലോറി ചെറുതുരുത്തി പോലീസ് പിടികൂടി. ഡ്രൈവറും കൂട്ടാളികളും ഓടി രക്ഷപ്പെട്ടു. ചെറുതുരുത്തി CI വിനുവിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ദേശമംഗലം കൊണവള്ളിക്കടവ് പുഴക്കടവിൽ നിന്നാണ് മണൽ കയറ്റിക്കൊണ്ടുപോകുന്ന ലോറി പിടികൂടിയത്. പോലീസിനെ കണ്ടതോടെ വണ്ടി ഉപേക്ഷിച്ച് ഡ്രൈവറും മറ്റു സഹായികളും പുഴയിലെ പൊന്തക്കാട്ടിലേക്ക് ഓടിയൊളിച്ചു. പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് പോലീസ് സംഘം വണ്ടി കൊണ്ടുവരികയായിരുന്നു. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ദേശമംഗലത്ത് നിന്ന് മണൽ ലോറിയും ഡ്രൈവറെയും പിടികൂടിയിരുന്നു. SI നിഖിൽ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ വിനീത് മോൻ, ഗിരീഷ് തുടങ്ങിയവരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരിയിലും ചേലക്കരയിലും ഒരേ സമയം കാട്ടാനകളുടെ വിളയാട്ടം. ജനവാസ മേഖലയിൽ ഒരേ സമയം കാട്ടാനകൾ ഇറങ്ങിയതോടെ വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേന വലഞ്ഞു. വടക്കാഞ്ചേരി, ചേലക്കര എന്നിവിടങ്ങളിലെ ജനവാസ മേഖലകളിൽ ഒരേ സമയം കാട്ടാനകൾ ഇറങ്ങിയതാണ് വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേനയെ വലച്ചത്. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ നായാടി ഉന്നതിയിലും കോക്കാരിക്കുന്നിലും വടക്കാഞ്ചേരി അകമലയിലെ കുഴിയോടുമാണ് കഴിഞ്ഞ രാത്രി കാട്ടാനകൾ ഒരേ സമയം ഇറങ്ങിയത്. അധികം സമയവ്യത്യാസമില്ലാതെ 3 ഇടത്തും ആനകളെത്തിയത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ RRTയെ ഏറെ ബുദ്ധിമുട്ടിച്ചു. ഒടുവിൽ RRT സംഘം പടക്കം പൊട്ടിച്ച് ആനകളെ കാടുകയറ്റുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി ആനകൾ നാട്ടിലിറങ്ങുന്നത് നാട്ടുകാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. 1-2 വർഷത്തോളമായി ഈ മേഖലകളിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വനത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്ന് ആലോചിക്കേണ്ടതിലേക്കാണ് കുതിരാൻ സംഭവം ശ്രദ്ധ ക്ഷണിക്കുന്നതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി തുരങ്കങ്ങൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണം. ഗൗരവത്തോടെ ഇതിനെപ്പറ്റി ആലോചിക്കണമെന്നും കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഇത് മൂർച്ഛിച്ചതെന്നാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. കാനന മധ്യത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കുതിരാൻ സംഭവം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബന്ധപ്പെട്ടവർ ഗൗരവത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി സ്ഥലം വാങ്ങി റോഡുകളുണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ മുന്നറിയിപ്പുകളെ വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ അത് വരുമ്പോൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമാണ് ആദ്യമായി മുമ്പിൽ വരുന്നത്. ആ ബോധവൽക്കരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം അപേക്ഷിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് അംഗമായ PM അഷറഫിന്റെ മാതാവ് പാത്തുമ എന്നിവരുടെ മരണാനന്തര ധനസഹായമായി സംഘടന 5 ലക്ഷം രൂപ കൈമാറി. പാത്തുമയുടെ വീട്ടിൽ വച്ച് നടന്ന ചടങ്ങ് KVVES ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് G ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരാളുടെ മരണത്തിന്റെ വ്യാപ്തി അളക്കാൻ മറ്റുള്ളതിനൊന്നിനും ഒരു സാമ്പത്തികത്തിനും അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിനും കഴിയാതിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സംഘടനയെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് നടപ്പിലാക്കിയ ബെനവലന്റ് സൊസൈറ്റിയിലൂടെ നടപ്പിലാക്കിയ ഭദ്രം പ്ലസ് പദ്ധതികളിൽ ആ മരണപ്പെട്ട കുടുംബത്തിൻ്റെ ആശ്രിതർക്ക് വലിയൊരു തുക സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് തുടക്കമിട്ടത്. ആദ്യത്തിൽ ബെനവലന്റ് സൊസൈറ്റിയിൽ ഒരംഗം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ തുടക്കം.
അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പുതിയ മെമ്പർഷിപ്പ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ദേശമംഗലം യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളാണ് ആ പൈസ മേടിച്ചിട്ടുള്ളത്. ടി.പി. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ട് നമ്മൾ അവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം രൂപീകൃതമായതാണ് വളരെ ഭാവനാ സ്വാതന്ത്ര്യത്തോടുകൂടി, വളരെ ദീർഘവീക്ഷണത്തോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി നമ്മുടെ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഭദ്രം. ഒരു വ്യാപാരിയുടെ ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭദ്രം പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയത്. തുടക്കത്തിൽ എല്ലാവർക്കും തന്നെ ഭയങ്കരമായ ആശങ്ക ഉണ്ടായിരുന്നു, ഇത് നടപ്പിലാവുമോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് കൊടുക്കുക എന്നുള്ള ഒരു ആശങ്ക നമ്മളെ എവർക്കും തന്നെ ഉണ്ടായിരുന്നു, പൊതുവെ സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷേ 2022 തുടങ്ങി വെച്ച ആ പദ്ധതി ഇന്ന് 2025 അവസാനിക്കുമ്പോൾ ഏതാണ്ട് 4 വർഷത്തിലേക്ക് കടക്കുകയാണ്. ആ 4 വർഷത്തിലേക്ക് കടക്കുന്ന സമയത്തിൽ ഭദ്രം പ്ലസും പദ്ധതികളിൽ കൂടി ഏതാണ്ട് 65 കോടിയിൽ പരം രൂപ ഈ രീതിയിലുള്ള മരണാനന്തര കുടുംബ സഹായമായി കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള വ്യാപാരി സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘടനയുടെ കെട്ടുറപ്പും അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ ചാരിതാർത്ഥ്യമുണ്ടാക്കുന്നതുമാണ്. അതിനേക്കാട്ടിലുപരിയായി ഞാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലയിലെ ഒരു മെമ്പറാണ് എന്ന് പറയാനുള്ള അഭിമാനം, ആ അഭിമാനബോധം ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഈ ഭദ്രം പദ്ധതി പോലെ തന്നെയാണ് ഭദ്രം പ്ലസ്. നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ അഷ്റഫിനോട് നമ്മുടെ ജനറൽ സെക്രട്ടറി സുരേഷ് വളരെ വളരെ നിർബന്ധപൂർവം ഒരുപാട് പ്രാവശ്യം പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഈ പദ്ധതിയിൽ അംഗമായത്. അതെന്തുകൊണ്ടാണ് അത്ര നിർബന്ധിക്കേണ്ടി വന്നതെന്നുള്ളത് ഇപ്പോഴും ആൾക്കാരോട് നമ്മൾ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നിർബന്ധത്തിന് അവസാനം വഴങ്ങിയിട്ടാണ് അഷ്റഫിൻ്റെ ഭാര്യയും അഷ്റഫിൻ്റെ ഉമ്മയും ഈ പദ്ധതിയിൽ അംഗങ്ങളായത്. എന്താണെങ്കിലും അഷ്റഫിൻ്റെ നിർഭാഗ്യവശാൽ അഷ്റഫിൻ്റെ ഉമ്മാക്ക് അതിനുശേഷം രോഗബാധിതയായി. ആ രോഗത്തിന് നമ്മളൊരു ചികിത്സാ സഹായം ആവശ്യപ്പെട്ടു. അത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ട് ഇന്നേക്ക് 1 മാസം കഴിഞ്ഞ് 2 മാസം ആവാറ്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മളുടെ മരണാനന്തര സഹായമായ 5 ലക്ഷം രൂപയിൽ 50,000 രൂപ എന്ന ചികിത്സാ സഹായം കൊടുത്ത് കഴിച്ച് ബാക്കിയുള്ള 4.5 ലക്ഷം രൂപയും അതിൻ്റെ കൂടെ അതിൽ അഡ്വാൻസായിട്ട് നിന്നിരുന്ന 250 രൂപയും ചേർത്ത് 4,50,250 രൂപയുടെ ചെക്കാണെന്ന് നമുക്ക് കൈമാറാൻ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ജീവിതത്തോടൊപ്പവും ജീവിതത്തിന് ശേഷവും സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന ഏക സംഘടന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന വ്യാപാരി സംഘടന മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ട്രഷറർ പി നന്ദബുദ്ധികുമാർ, വർക്കിംഗ് പ്രസിഡന്റ് എം അബ്ദുൾ റഹിമാൻ, ജോയിന്റ് സെക്രട്ടറി CH മുസ്തഫ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PK വാസു, VM ഷാനവാസ്, അംഗങ്ങളായ TK സജീവ്, PM അഷറഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ADS തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് സ്നേഹവിരുന്നൊരുക്കി പഞ്ചായത്ത് അംഗം ഷെഫീന നജീബ്. സ്വന്തം വാർഡിലെ 100 പേർക്കാണ് വിരുന്നൊരുക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ഭരണസമിതി നമ്മൾ അധികാരമേൽക്കുന്നതും ഷെഫീന നിങ്ങളുടെ ഈ വാർഡിന്റെ മെമ്പർ ആവുന്നതും, അപ്പോൾ 14 വാർഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ 4-ാം വാർഡിലായിരിക്കും ഞാൻ പരിപാടികൾക്കാണെങ്കിലും അതായത് അവർ വിളിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒപ്പം ഓടിയെത്തിയിട്ടുണ്ടാവുക എന്നുള്ളത്. അതെന്താണെന്ന് പറഞ്ഞപ്പോൾ ഷെഫീന പറഞ്ഞല്ലോ, ഷെഫീന ഒരു മെമ്പറായിട്ട് വരുമ്പോൾ അവൾക്ക് ഓരോ വ്യക്തികളെ പോലും അറിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ വാർഡിൽ മെമ്പർ എന്നുള്ള നിലയിൽ. അപ്പോൾ എന്തൊരു കാര്യം പറയുമ്പോഴും, അതായത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലല്ല, ഒരു ചേച്ചി എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയാറുണ്ടായിരുന്നു. പിന്നെ ഞാനെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഒരു 5 വർഷം മെമ്പറായിരുന്നത് കൊണ്ട് ചെറിയൊരു പരിചയം ഉണ്ട് എന്നുള്ളത് അവർക്കുള്ള തോന്നലാണ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അപ്പോൾ നമുക്ക് കൂടുതൽ പരിചയം ഉണ്ടാവാം എന്നുള്ളത് കൊണ്ടും കാര്യങ്ങളെല്ലാം തന്നെ ഷെഫീന നമ്മളോട് പറയാറുണ്ട്. നജീബാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ ഈ വാർഡിൻ്റെ ആളുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിന് വരുമ്പോഴും ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ
മുറുമുറുപ്പ് പോലെ ഇങ്ങനെ പറയും. പക്ഷെ നല്ല സ്നേഹമുള്ള ആളുകളാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ നല്ല സ്നേഹത്തിലാണ് എല്ലാവരും പെരുമാറുന്നത്. വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. 5 വർഷത്തെ അനുഭവങ്ങൾ അംഗങ്ങൾ പങ്കുവച്ചു. കേക്ക് മുറിച്ചും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും യോഗം അവസാനിച്ചു. ഷഫീന നജീബിന് ADS അംഗങ്ങൾ ഉപഹാരം നൽകി. SJN നജീബ് സ്വാഗതവും CDS അംഗം ഷൈനി കണ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിർമ്മാണം പൂർത്തീകരിച്ച മങ്കര ഗ്രാമപഞ്ചായത്ത് അരങ്ങാട് കല്ലൂർ പള്ളി ഖബർസ്ഥാൻ റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ചുരുങ്ങിയ തുകയാണ് പഞ്ചായത്തുകൾക്ക് ഈ ഭരണസമിതിയുടെ കാലത്ത് ഗവൺമെന്റിൽ നിന്നും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചുരുങ്ങിയ പൈസയും പരാതികളുമാവുമ്പോൾ അത് പരിഹരിക്കുന്നതിന് മുൻതൂക്കം കൊടുത്തു എന്നത് യാഥാർത്ഥ്യമാണ്. തൂക്കം പള്ളിക്കാട്ടിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഇത് കഴിഞ്ഞാൽ എല്ലാവരും പോണത് അങ്ങോട്ട് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആളുടെ എണ്ണം നോക്കിയിട്ടല്ല നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഖബർ പള്ളിയിലേക്ക് ശ്മശാനത്തിലേക്ക് എടുത്തിട്ട് പോകുമ്പോൾ നല്ലൊരു വഴിയിലൂടെ അവരെ യാത്ര അയക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നതിൻ്റെ ഭാഗം കൂടി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും ആർക്കുണ്ടാവും, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല, ദൈവം ഒന്നാണ്. ഓരോരുത്തർ അതിനെ കൃഷ്ണൻ വിളിക്കുന്നു, ചിലർ അള്ളാഹു എന്ന് വിളിക്കുന്നു, ചിലർ ക്രിസ്തു എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്ത് വിളിച്ചു എന്നുള്ളതല്ല പ്രശ്നം. അപ്പോൾ ഈ പള്ളി ഖബർസ്ഥാൻ റോഡ് എന്നാണ് ഇതിനുള്ള പേര് തന്നെ. ഇപ്പം 2 ഘട്ടമായിട്ടാണ് ഇതിപ്പോൾ അതുവരെ എത്തിയേർക്കുന്നത്. ഇനി ഒരു 100 മീറ്റർ കൂടി ഇപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ വിമാനത്തിൻ്റെ റൺവേ പോയി കിടക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട് റോഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാലൊന്ന് കൃത്യമായിട്ട് ഒഴിഞ്ഞ് വിടാനുള്ള ഒരു സംവിധാനം കൂടി അതിൽ ചെയ്യണം. ഇല്ലെങ്കിൽ പല സ്ഥലത്തും ഇത് വെള്ളം കെട്ടി നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് ഇത് ബുദ്ധിമുട്ട്. NGNRGSൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. വാർഡ് അംഗം MV രമേശ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം ജിത്തു പ്രസാദ്, AM ബഷീർ, KK അലി, അരങ്ങാട് നാസർ, PM അപ്പുകുട്ടൻ, KKA റഹ്മാൻ, N അച്യുതൻകുട്ടി, PA രാജേഷ്, KC കാർത്തിയാനി, വസന്ത, രാധാമണി, ശില്പ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA ഷൊർണൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ കുളപ്പള്ളിയിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നഷ്ടപ്പെട്ട ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ നിയോജകമണ്ഡലം സമ്മേളനം ശനിയാഴ്ച കുളപ്പള്ളിയിലെ KMIC ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ നിർവഹിച്ചു. നീണ്ട 9 വർഷക്കാലത്തോളമായി ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ചും അതിൻ്റെ 2ാം ഊഴം 2021 മുതൽ നമുക്ക് വളരെ വിഷമത്തോടെ പറയാനുള്ളത് ഈ പെൻഷൻകാരെ ഒരു ഭാരമായി കണക്കാക്കുന്ന ഒരു സർക്കാരാണ് എന്നാണ് നമ്മുടെ അനുഭവം നമ്മോട് പറയുന്നത്. അസോസിയേഷൻ മണ്ഡലം പ്രസിഡന്റ് MR അരുൺ അധ്യക്ഷത വഹിച്ചു. PK മോഹൻദാസ്, VKP വിജയനുണ്ണി, C ബാലൻ, O വിജയകുമാർ, VP രാധാകൃഷ്ണൻ, KK വേണുഗോപാലൻ, PA മുംതാസ്, KT വേണുഗോപാലൻ, ME രാധാകൃഷ്ണദാസ്, NM പത്മനാഭൻ, ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് കലാവിരുന്നുമുണ്ടായി. വൈകിട്ട് നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി KMM റഷീദ് നിർവഹിച്ചു. ചർച്ച, ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ, പ്രമേയ അവതരണം എന്നിവയുമുണ്ടായി. നഷ്ടപ്പെട്ട ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന്റെ ഭാഗമായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സ്വപ്നയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പിൽ പരിശോധന നടത്തിയത്. 100ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ ടൗണിൽ നിന്നുള്ള പോസ്റ്റ് ഓഫീസ് റോഡ് ഇനി മുതൽ പാപ്പുള്ളി പത്മനാഭൻ നായർ റോഡായി അറിയപ്പെടും. നാമകരണത്തിന്റെ ഉദ്ഘാടനം ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു.
നഗരപരിധിയിലെ 30 പ്രഗത്ഭരായവരുടെ പേരിൽ വിവിധ പ്രദേശങ്ങളിലെ റോഡുകൾ നാമകരണം ചെയ്യും. പുതിയ പ്രോജക്റ്റിന്റെ കൂടി ഭാഗമായാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. ഷൊർണൂർ ടൗണിൽ നിന്നും ആരംഭിക്കുന്ന പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ഇനി മുതൽ പാപ്പുള്ളി പത്മനാഭൻ നായർ റോഡായി അറിയപ്പെടും. ഇതോടെ നഗരസഭയുടെ പുതിയ പ്രൊജക്ടിന് ശനിയാഴ്ച തുടക്കം കുറിച്ചിരിക്കുകയാണ്. പാപ്പുള്ളി പത്മനാഭൻ നായർ റോഡ് നാമകരണം ചെയ്തതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. പ്രധാനപ്പെട്ട വ്യക്തികളുടെ നാമധേയത്തിൽ ഈ വർഷം ദിശാ ബോർഡുകൾ വയ്ക്കാനായിട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡ്, പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ഇപ്പോൾ പാപ്പുള്ളി പത്മനാഭൻ നായർ റോഡായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ നഗരസഭയിലെ പ്രഗത്ഭരായിട്ടുള്ള പല വ്യക്തികളുടെയും പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. വൈസ് ചെയർപേഴ്സൺ P. സിന്ധു, ST മുകുന്ദൻ, KM ലക്ഷ്മണൻ, ജിഷ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നഗരസഭാ പരിധിയിലെ 30 പ്രഗത്ഭരായവരുടെ പേരുകൾ വിവിധ പ്രദേശങ്ങളിലെ റോഡുകൾക്ക് നാമകരണം ചെയ്യാനാണ് തീരുമാനം. നഗരസഭയുടെ പുതിയ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഇവ സ്ഥാപിക്കുന്നതെന്ന് ചെയർമാൻ MK ജയപ്രകാശ് സൂചിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഥകളി വേഷപ്രതിമകൾക്ക് കരവിരുതിന്റെ മാന്ത്രികത കൊണ്ട് ജീവൻ നൽകി കലാമണ്ഡലം രാമകൃഷ്ണൻ. കഥകളി നടൻ കൂടിയായ ഒറ്റപ്പാലം മാടമ്പത്ത് രാമകൃഷ്ണൻ എന്ന 54-കാരൻ നിർമ്മിക്കുന്ന പ്രതിമകൾക്ക് ആവശ്യക്കാർ ഏറിവരികയാണ്. ബാംഗ്ലൂരിലെ ഒരു വ്യവസായിയായ വിപിനു വേണ്ടി അവതാരകൃഷ്ണന്റെ പ്രതിമയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. മരത്തിന്റെ ബേസിൽ പ്ലാസ്റ്റർ ഉണ്ടാക്കി ഫൈബർ പെയിന്റ് അടിച്ചാണ് പ്രതിമ തീർക്കുന്നത്. കഥകളിക്ക് ഉപയോഗിക്കുന്ന കിരീടങ്ങളും കോപ്പുകളും സ്വയം ഉണ്ടാക്കി പ്രതിമയിലിടുന്നു. തുണിത്തരങ്ങളെല്ലാം കഥകളി വേഷങ്ങളിൽ പോലെയുണ്ടാകും. രാമകൃഷ്ണന്റെ കഥകളി വേഷങ്ങൾ കണ്ട പലരുടെയും അഭിപ്രായം കഥകളി കലാകാരന്റെ ഫീൽ പ്രതിമ സൃഷ്ടിക്കുന്നു എന്നതാണ്. കഥകളി പ്രതിമകൾ വാങ്ങാൻ ഒട്ടേറെ പേർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കഥകളി നടനായതുകൊണ്ട് രാമകൃഷ്ണന് ഈ കലയെക്കുറിച്ച് എല്ലാം അറിയാം. നമ്മൾ കഥകളി നടനാകുമ്പോൾ നമുക്കറിയാം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ. അപ്പോൾ അങ്ങനെ ഒരു കഥകളുടെ രൂപങ്ങൾ ഉണ്ടാക്കാനൊരു അവരും അങ്ങനെ കോട്ടയ്ക്ക് നാളെ ശരിക്കും കഥകളുടെ രൂപം ഉണ്ടാക്കാനുള്ള എല്ലാം അവിടെ ഒരു പരമേശ്വരൻ നമ്പൂരി ആശാനായിരുന്നു പാട്ടുകാരൻ. അദ്ദേഹമാണ് ഈ ചിത്രരചനയായിരുന്നു. അപ്പം അദ്ദേഹമാണ് പറഞ്ഞു, നീ ശ്രമിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇൻട്രസ്റ്റ് കയറ്റിയിട്ട് അവിടുന്നാണ് ഈ കഥകളി തല, അതാണ് ആദ്യം വർക്കൊക്കെ ചെയ്ത് തുടങ്ങിയത്. ഇന്ത്യക്കകത്ത് ചില മ്യൂസിയങ്ങളിൽ കഥകളിയിലെ എല്ലാ വേഷങ്ങളും ഉണ്ടാക്കാറുണ്ട്. പ്രശസ്ത കഥകളി നടനും രാമകൃഷ്ണന്റെ ഗുരുവുമായ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ പ്രതിമകൾ വാങ്ങുകയും വേണ്ടപ്പെട്ടവർക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട്. രാമകൃഷ്ണൻ ഇതൊരു വലിയ അനുഗ്രഹമായി കാണുന്നു. പ്രതിമകളിലെ ചില മാറ്റങ്ങൾ ആശാൻ നേരിൽ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കത്തി, പച്ച, താടി, കൃഷ്ണൻ എന്നീ വേഷങ്ങളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത്. പിന്നെ ഇന്ത്യ ശില്പഗ്രാമം വെച്ചിട്ട് ഒരു പരിപാടിക്ക് ഈ പിന്നെ ഗവൺമെന്റ് വിളിച്ചിട്ട്, സെൻട്രൽ ഗവൺമെന്റ് വിളിച്ചിട്ട് കേരളത്തെ പ്രതിനിധീകരിച്ചിട്ട് ഞാനാണ് പോയത്. അവിടുന്ന് ഒരു മാസത്തെ ഒരു ശില്പ പ്രദർശനം ഉണ്ടായിരുന്നു. ആ പ്രദർശനത്തിൽ ഞാനിത് അവരുടെ ശില്പ മ്യൂസിയത്തിൽ ഇങ്ങനത്തെ 2-3 പ്രതിമ വെച്ചിട്ടുമുണ്ട്. എല്ലാ വർഷവും അങ്ങനെ പോകാറുണ്ട്. ഒരു 4-5 വർഷമായിട്ട് അവർ വിളിക്കാറില്ല, എന്താ അറിയില്ല. കഥകളി വേഷങ്ങൾക്ക് പുറമെ ഗാന്ധിജി, നെഹ്റു, അയ്യങ്കാളി, വിവേകാനന്ദൻ എന്നിവരുടെ ശില്പങ്ങളും ആവശ്യക്കാർക്ക് നിർമ്മിച്ചു നൽകുന്നുണ്ട്. 20-ാം വയസ്സിൽ കഥകളി പഠിക്കുമ്പോൾ കോട്ടയ്ക്കൽ നിന്ന് തുടങ്ങിയതാണ് ശില്പനിർമ്മാണവും. 34 വർഷമായിട്ടും കഥകളി ശില്പനിർമ്മാണങ്ങളുടെ പ്രൗഢി കലാമണ്ഡലം രാമകൃഷ്ണന്റെ കൈകളിൽ ഭദ്രം. 12 വയസ്സിൽ കലാമണ്ഡലം, കോട്ടയ്ക്കൽ എന്നീ സ്ഥാപനങ്ങളിൽ രാമകൃഷ്ണൻ കഥകളി അഭ്യസിച്ചു. കഥകളിയിൽ പച്ചവേഷങ്ങൾ കെട്ടിയാടിയിട്ടുള്ള രാമകൃഷ്ണന് കർണൻ, അർജുനൻ, കൃഷ്ണൻ തുടങ്ങിയ വേഷങ്ങളോട് കൂടുതൽ ഇഷ്ടമാണ്. കഥകളി നടനായ ഇദ്ദേഹം കഥകളി സംഗീതത്തിലും നിറസാന്നിധ്യമാണ്. പുതുതലമുറയ്ക്ക് കഥകളി അഭ്യസിപ്പിക്കുന്ന രാമകൃഷ്ണൻ കഥകളി ആസ്വാദനക്കളരിയും നടത്തുന്നുണ്ട്. പ്രിയയാണ് ഭാര്യ. മക്കൾ കാർത്തിക് കൃഷ്ണൻ, ശബരി കൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പാലക്കാട് ചിറ്റൂർ റോഡിൽ കാടാങ്കോട് കനാൽ പാലത്തിന് സമീപം 3 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ അപകടം കാട്ടുപന്നിയുടെ ആക്രമണത്തിലല്ലെന്ന് വനം മന്ത്രി A.K. ശശീന്ദ്രൻ. അപകടത്തിൽ പരിക്കേറ്റവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. അപകടം ദുഃഖകരമെന്നും മന്ത്രി. ചിറ്റൂർ റോഡിൽ കാർ പാടത്തേക്ക് മറിഞ്ഞ് 3 യുവാക്കൾ മരിച്ചത് കഴിഞ്ഞ രാത്രി 11 മണിക്ക്. വടക്കാഞ്ചേരി ചേലക്കര മേഖലകളിൽ കാട്ടാനകളുടെ വിളയാട്ടം. ഇരു പ്രദേശങ്ങളിൽ ഒരേ സമയം കാട്ടാനകൾ ഇറങ്ങിയതോടെ വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേന വലഞ്ഞു. ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം സജീവം. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്താൻ ഉപയോഗിച്ച മിനി ലോറി പിടിച്ചെടുത്ത് ചെറുതുരുത്തി പോലീസ്. വാഹനം പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.